ഈ കഥ അച്ഛനമ്മയോടൊപ്പം മുംബൈയിൽ ജീവിച്ചിരുന്ന ചേതന എന്ന പെൺകുട്ടിയുടേത്. ചേതനയുടെ അച്ഛൻ ദിനേശ് ഒരു ബിസിനസ്മാൻ. അച്ഛാ, ഈ പാവ വളരെ നന്നായിട്ടുണ്ട്. ഐ ലവ് യു അച്ഛാ, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇവൾ ദിവസം എന്തെങ്കിലും വേണമെന്ന് വാശി പിടിക്കുന്നു. നിങ്ങളും അത് സാധിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ അതിന് എന്താ? ചേതനയ്ക്കും നിനക്കും വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. ആ കുടുംബം വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ പറയില്ലേ, വിധിയാർക്കും മാറ്റാൻ കഴിയില്ലെന്ന്. ഒരു ദിവസം ദിനേശ്, സുമിത്ര, ചേതന ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ കൺട്രോൾ മിസ്സായി അതൊരു മരത്തിൽ ചെന്ന് ഇടിച്ചു. അതിൽ ദിനേശിന്റെ ജീവൻ നഷ്ടമായി. സുമിത്രയുടെ തലയിൽ ഒരു ഇടി വീണ പോലായി. നിങ്ങളിവിടെ നിന്നും ഒന്നും കൊണ്ടുപോകരുത്. കാരണം ഇപ്പോൾ മുതൽ ഈ വീട് സേട്ടുവിന്റേതാ. അദ്ദേഹത്തിൽ നിന്നും നിങ്ങളുടെ ഭർത്താവ് പണം പലിശക്കെടുത്തിരുന്നു. മമ്മി, നമ്മൾ എന്തിനാ ഈ വീട്ടിൽ നിന്ന് പോകുന്നേ? ചേതന, ഇനി നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ മാമന്റെ വീട്ടിൽ ചെല്ലാം. ചേതന, നിക്ക് മോളെ, എവിടേക്കാ പോകുന്നത്? മമ്മി, ഈ പാവ അച്ഛൻ കുറച്ചു ദിവസത്തിനു മുന്നേ വാങ്ങി തന്നത്. ഇത് അച്ഛന്റെ അവസാന അടയാളം. അങ്കിൾ, ദയവ് ചെയ്ത് ഈ പാവ മാത്രം ഞാൻ കൊണ്ടുപോകോട്ടെ? ചേതന ചോദിച്ചതും അദ്ദേഹം നിശബ്ദനായി. അത് കഴിഞ്ഞ് സുമിത്ര ചേതനയും കൊണ്ട് അവളുടെ ചേട്ടന്റെ വീട്ടിൽ വന്നു. ചേട്ടാ, എനിക്ക് വേറെ എവിടെ പോകാൻ വഴിയില്ല. അതാ ഇവിടെ വന്നത്. നിങ്ങളല്ലാതെ ഈ ലോകത്ത് എനിക്ക് വേറെ ആരുമില്ല. ചേതനയെ കൊണ്ട് എവിടെ പോകണമെന്ന് എനിക്ക് അറിയില്ല ചേട്ടാ. നീ ഇവിടേക്ക് വന്നത് വളരെ നന്നായി. ഇതും നിന്റെ വീട് പോലെ തന്നെയാ. ഞാനും താമസിച്ചോട്ടെ എന്ന് നീ എന്നോട് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അയ്യോ ദൈവം, ഇവർ രണ്ടുപേരെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ ജീവൻ എടുക്കാനാണ് ഇവർ രണ്ടുപേരും വന്നത്. അദ്ദേഹത്തിന്റെ മുന്നേ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ എന്റെ പല്ല് തട്ടിയെടുത്തേക്കും. ആ ചേട്ടാ, എവിടേക്കോ പുറത്തു പോണം പറഞ്ഞില്ലേ? പോയിട്ട് വരൂ, ഞാനിവരെ നോക്കിക്കോളാം. പോകൂ. സുമിത്രേ, ചേതനെ, നിങ്ങൾ കഴിച്ചോളൂ. ഞാൻ ചന്തയിൽ പോയിട്ട് വരാം. ഇവിടെ നോക്ക് സുമിത്ര, നിന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആസ്തിയൊക്കെ നഷ്ടപ്പെട്ടാൽ നീ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. നിന്റെ ചേട്ടൻ എവിടെ താമസിക്കാനൊന്നും പറയില്ല. പക്ഷേ എനിക്ക് 2 കുട്ടികളില്ലേ? അവർക്കും പഠിപ്പ് ചെലവ്, വീട്ടു ചെലവ് എന്നിങ്ങനെ കുറെ കാര്യങ്ങളില്ലേ? നിന്റെ ചേട്ടൻ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു. ആ പൈസയും നിങ്ങളെ നോക്കണമോ എന്തോ? അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ എന്റെ കുടുംബം നടത്തുന്നത് തന്നെ എനിക്ക് കഷ്ടമാണ്. ഇത് നിന്നെയും നിന്റെ കുട്ടിയെ നോക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടാ. അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നെങ്കിൽ വീട്ടിൽ നിന്ന് പോ. പക്ഷെ ഈ കാര്യം നിന്റെ ചേട്ടനോട് പറഞ്ഞ അത്ര തന്നെ. ഇല്ല ഇല്ല ഏട്ടത്തി, ഞാൻ ചേട്ടനോട് പറയില്ല. ചേട്ടൻ വരുന്നതിന് മുന്നേ ഞാൻ പോകാം. ചേതന വാ, പോകാം. സുമിത്ര ചേതനയും കൊണ്ട് അവിടുന്ന് പോയി. സുമിത്രയുടെ ചേട്ടൻ തിരിച്ചു വന്നതും അദ്ദേഹത്തിന്റെ ഭാര്യയോട് വളരെ ദേഷ്യപ്പെട്ടു. കോമൾ, എനിക്കറിയാം ഞാൻ പോയതും സുമിത്രയോട് നീ എന്തെങ്കിലും പറഞ്ഞു കാണും. അതുകൊണ്ടാ അവൾ ഒന്നും പറയാതെ പോയത്. ഒരുപക്ഷെ നിനക്കും ഇങ്ങനൊരു അവസരം വന്നാൽ, നിന്റെ ചേട്ടന്റെ വീട്ടിൽ പോകുമ്പോൾ ചേട്ടത്തി ഇങ്ങനെ പറഞ്ഞാൽ നീ എന്തു പറയും? നിനക്ക് കുറച്ചുപോലും കരുണയില്ലേ? അവളിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ദൈവമേ, അവൾ എവിടെയാണെങ്കിലും അവൾക്ക് ഒരു ആപത്തും വരുത്തരുതേ. സുമിത്ര ചേതന രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. അവർ രണ്ടുപേരും വിശപ്പ് ദാഹത്തോടെ റോട്ടിൽ നടന്നു. അപ്പോ പെട്ടെന്ന് സുമിത്ര തല കറങ്ങി വീണു. ചേതന ഒരുപാട് നേരം എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. മമ്മി, മമ്മി എന്തു പറ്റി മമ്മി? കണ്ണു തുറക്കും മമ്മി. അയ്യോ, അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മ എഴുന്നേക്കൂ. എന്തു പറ്റി മോളെ നിന്റെ അമ്മയ്ക്ക്? നിക്ക്, എന്റെ അടുത്ത് വെള്ളമുണ്ട്. അപ്പ അവർ വെള്ളം തെളിച്ച് സുമിത്രയെ എഴുന്നേൽപ്പിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് സുമിത്രയും കണ്ണു തുറന്ന് വെള്ളം കുടിച്ചു. ആ, പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തല കറങ്ങി. നിങ്ങൾക്ക് ഒരുപാട് നന്ദി എന്നെ സഹായിച്ചതിന്. ഇതിൽ നന്ദി പറയാൻ എന്തുണ്ട്? ഒരു മനുഷ്യൻ സഹായിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വെയിലിൽ അമ്മ മകൾ രണ്ടുപേരും എവിടേക്കാ നടന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നേ? അപ്പ സുമിത്ര അവളോട് അവളുടെ വിഷമകഥ എല്ലാം പറഞ്ഞു. അത് കേട്ടതും അവരുടെ കണ്ണിലും കണ്ണീർ വരാൻ തുടങ്ങി. അപ്പോ അവരിങ്ങനെ പറഞ്ഞു. നിനക്ക് ഒരു കഷ്ടവുമില്ലെങ്കിൽ അടുത്താണ് എന്റെ വീടുള്ളത്. ഞാനവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങൾ വന്നാ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോകാം. രണ്ടുപേരും അകത്ത് വരൂ. ഞാൻ ഈ വീട്ടിൽ തന്നെ ഒറ്റയ്ക്കാണ്. എനിക്കും ഈ ലോകത്ത് ആരുമില്ല. അച്ഛനമ്മ എന്നെ കല്യാണം കഴിപ്പിച്ച് എന്നെ വിട്ടുപോയി. ആരെന്നെ കല്യാണം കഴിച്ചോ അദ്ദേഹം എന്നെ വിട്ടുപോയി. ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. ഞാൻ വടാപ്പാവ് ചെയ്ത് വിൽക്കുന്നു. അതുകൊണ്ട് എനിക്ക് എത്ര വരുമാനം കിട്ടുന്നോ അത് ഒറ്റയ്ക്കുള്ള എനിക്ക് ശരിയാകുന്നു. ശരി, ഇപ്പൊ നിങ്ങൾക്ക് ആരോഗ്യം ഭേദമായോ? ഇല്ല, എനിക്കിപ്പോഴും എന്തോ പോലുണ്ട്. ശരി, ഒരു കാര്യം ചെയ്യാം. അടുത്തെനിക്കറിയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചെക്ക് ചെയ്യാം. സുമിത്ര മേഡം, നിങ്ങൾ പ്രഗ്നന്റ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 മാസമായി. നിങ്ങളുടെ ശരീരവും വളരെ ടയർഡാണ്. നിങ്ങളെ നോക്കാൻ ഉറപ്പായും ഒരു ആള് വേണം.
ഡോക്ടർ പറഞ്ഞത് കേട്ട് സുമിത്ര ഒരുപാട് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണീർ നിന്നേയില്ല. സുമിത്ര ചേതനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ ഇപ്പൊ സന്തോഷമായിരിക്കണം. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം തന്നു. ഇനി നിന്റെ ജീവിതം നിന്റെ മകൾക്ക് വേണ്ടി കുഞ്ഞിനു വേണ്ടിയും ജീവിക്കണം. ചേച്ചി, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേ എന്റെ മക്കൾ പട്ടിണിയാകാതിരിക്കൂ. ആഹാ, അതിനെന്താ പ്രശ്നം? നിനക്ക് വടാപാവ് ചെയ്യാൻ അറിയില്ലേ? അത് നീ വീട്ടിലിരുന്ന് ചെയ്തതാ. ഞാനത് കൊണ്ടുപോയി വിറ്റിട്ട് വരാം. സുമിത്ര രാവിലെ എഴുന്നേറ്റ് ചൂടായ വടാപാവ് ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് സരള അതെല്ലാം മാർക്കറ്റിൽ ചെന്ന് വിറ്റിട്ട് വരും. ഒരു ദിവസം സരളയ്ക്ക് ഒട്ടും സുഖമില്ലാതായി. അവൾക്കിപ്പോൾ എഴുന്നേൽക്കാനും വയ്യ. പക്ഷേ സുമിത്ര എപ്പോഴും പോലെ രാവിലെ വടാപാവ് ചെയ്തു വെച്ചു. സുമിത്ര, ഞാൻ പോകാം. എനിക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെയല്ലെങ്കിൽ ആ വടാപാവൊക്കെ പാഴായി പോകും. എന്തായാലും ഇത് നിന്റെ 8ാം മാസമല്ലേ? നിന്നെയും എനിക്ക് അയക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ അയക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഒട്ടും സുഖമില്ല. വഴിയിൽ പോകുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ? ഞങ്ങൾ എന്തു ചെയ്യും? അമ്മേ, വടാപാവ് നഷ്ടമാകില്ല. ഞാനത് വിറ്റിട്ട് വരാം. നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ വളർന്ന് വലിയ കുട്ടിയായില്ലേ. പക്ഷേ ചേതന, നിനക്കിത് എങ്ങനെ കഴിയുമോളെ? നിന്നെ പുറത്തയക്കാൻ തന്നെ എനിക്ക് പേടിയാകുന്നു. മമ്മി, അച്ഛനെപ്പോഴും പറയില്ലേ കഠിനമായി കഷ്ടപ്പെടുന്നവർക്ക് ധൈര്യം വേണമെന്ന്? എനിക്കും പ്രയത്നിക്കണം. പേടിക്കണ്ടമ്മ, എനിക്കൊന്നും സംഭവിക്കില്ല. ഞാൻ വേഗം വീട്ടിൽ വരാം. ചേതന എല്ലാ വടാപ്പാവെടുത്ത് വിൽക്കാൻ പോയി. അവൾ അവിടെയുള്ള ഒരു പബ്ലിക് പാർക്കിൽ പോയി. വടാപ്പാവ്, വടാപ്പാവ്, ടേസ്റ്റി ടേസ്റ്റി വടാപ്പാവ്. എന്റെ അമ്മ ഉണ്ടാക്കിയ ചൂടായ വടാപ്പാവ്. ഇപ്പൊ തന്നെ വൈകുന്നേരമായി. പക്ഷെ ആരും വടാപ്പാവ് വാങ്ങിയില്ല. ഇപ്പൊ ഞാൻ എന്തു ചെയ്യും? എനിക്ക് വ്യാപാരം നഷ്ടമാകും. അയ്യോ ദൈവമേ. മോളെ, ഇവിടെ വാ. ആ വടാപ്പാവിന് എത്രയാ? അങ്കിൾ, ഇത് 20 രൂപയാണ്. എടാ, ഇവിടെ നോക്ക്. ആർക്കൊക്കെ വടാപ്പാവ് വേണം? എടാ നിഖിൽ, എല്ലാവരും ഈ പാർക്ക് ചുറ്റിക്കാണാൻ തന്നെയാ വന്നത്. കഴിക്കാനാണെങ്കിൽ ഒന്നുമില്ല. എനിക്കാണെങ്കിൽ വിശക്കുന്നു. എല്ലാവർക്കും ഓരോ വടാപ്പാവ് പറയ്. മോളെ, ഞങ്ങൾക്ക് 1, 2, 3, 4 ടോട്ടൽ 10 വടാപ്പാവ്. ഇതാ മോളെ, 200 രൂപ. താങ്ക് യു അങ്കിൾ. ആ, വടാപ്പാവ് അടിപൊളിയാണല്ലോ. എന്നാൽ ഇതുണ്ടാക്കിയത് നിന്റെ അമ്മയാണെന്ന് നീ പറയുന്നു. നീയാണെങ്കിൽ ചെറിയ കുട്ടിയും. കണ്ടിട്ട് വലിയ വീട്ടിലെ കുട്ടിയാണെന്നും തോന്നുന്നു. അങ്കിൾ, ഞാൻ 4ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞ്... അങ്ങനെ പറയുമ്പോൾ തന്നെ ചേതനയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. കരഞ്ഞുകൊണ്ടേ അവൾ അവളുടെ കഷ്ടങ്ങൾ പറഞ്ഞു. ഇതാ മോളെ, ഇതാ എന്റെ നമ്പർ. മോളുടെ അമ്മയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഞാൻ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ഉറപ്പായും ചെയ്യാം. ചേതന വീട്ടിൽ ചെന്ന് സരളയോടും സുമിത്രയോടും കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സുമിത്ര സരളയോട് പറഞ്ഞ് ആ വിസിറ്റിംഗ് കാർഡിലെ നമ്പറിൽ വിളിച്ചു. ആ, നമസ്കാരം. ഇന്നലെ ഞാനാ മോൾക്ക് നമ്പർ കൊടുത്തത്. നിങ്ങളുണ്ടാക്കുന്ന വടാപ്പാവ് അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു ഈവന്റ് കമ്പനി നടത്തുകയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പാർട്ടി അറേഞ്ച് ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തരുന്ന ഓർഡറിന് വടാപ്പാവ് ഉണ്ടാക്കി തന്നാൽ മതി. ബാക്കി എല്ലാം ഞാൻ നോക്കിക്കോളാം. അതിന് നല്ല എമൗണ്ടും ഞാൻ തരാം. ഇന്നലെ ചേതന എന്നോട് എല്ലാം പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് ചേതന വളരെ ബുദ്ധിശാലിയായ കുട്ടിയാ. അവൾ ഇങ്ങനെ ജോലി ചെയ്യാതെ പഠിച്ചാൽ വളരെ നന്നായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് നന്ദി സർ. എന്റെ വലിയ കഷ്ടമാണ് നിങ്ങൾ തീർത്തു വെച്ചത്. സുമിത്ര കാര്യം സരളയോട് പറഞ്ഞു. അത് കേട്ട് സരളയും ഒരുപാട് സന്തോഷിച്ചു. സരള, സുമിത്ര രണ്ടുപേരും ചേർന്ന് നിഖിലിന് വേണ്ടി വടാപ്പാവ് റെഡിയാക്കി വച്ചിരുന്നു. കുറച്ചു നാള് കഴിഞ്ഞ് സുമിത്ര ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ചേതനയും സ്കൂളിൽ പോകാൻ തുടങ്ങി. സരള പിന്നെ നിഖിൽ എന്നവർ സുമിത്രയുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവളുടെ ജീവിതം തന്നെ മാറി. അങ്ങനെ സുമിത്ര അവളുടെ മക്കളോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ചു.